മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ പന്തൽ തകർന്നു വീണു. മുനിസിപ്പൽ ടൗൺ ഹാളിന് മുറ്റത്ത് പണിത പന്തലാണ് തകർന്നത്. ചുരുക്കം ചില ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും പറ്റാതിരുന്ന ഒരു വലിയ മഹാഭാഗ്യമാണ്. കാരണം പരിപാടി ഇത് ഇവിടെ ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ നേരത്തെ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ ഇടുന്ന ആളുകൾ തന്നെയാണ് ഈ പന്തൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അവരുടെ അടുത്തൊന്ന് ചോദിച്ചാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടോ അതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ നടത്തും. വളരെ പെട്ടെന്ന് അത് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഓടി മാറാമെന്ന് ഉദ്ദേശിക്കുകയും ചരിഞ്ഞ് വീണു. എന്തായാലും ചരിഞ്ഞ് വീണുകൊണ്ടാണ് ഈ കൈയും കുത്തി ഈ കൈയെത്തുന്നത് കമ്പി അടിച്ചു. പിന്നെ കാലിന് ചെറിയ പരിക്കുണ്ട്, ഇവിടെ തൊലി പോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. എന്തായാലും ആളുകൾ കുറവായിരുന്നുകൊണ്ട് കാല് ചെറുതായിട്ട് ആളുകൾ കുറവായിരുന്നുകൊണ്ട് അധികം പരിക്കുണ്ടായില്ല. ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. മേൽക്കൂര വലിയ കമ്പിയൊക്കെ മേൽക്കൂര വലിയ കമ്പിയാണ്, അത് ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. അതാണ് പറ്റിയത്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു, പെട്ടെന്ന് തന്നെ അത് പതിച്ചു, നിലം പതിച്ചു. ജയനസ് രാജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജയൻ, പന്തൽ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയോ? തകർന്നു വീണ പന്തൽ ഏതാണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേദി പൊളിക്കുകയാണ്. വേദിയുടെ വേദി ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പന്തല് ഈ വേദിയുമായി കൂട്ടിക്കെട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പന്തല് ഈ തകർന്നു വീണപ്പം ആ ഒരു ആഘാതത്തിൽ ഈ വേദി ഒരു വശത്തേക്ക് ചെരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് ഉറപ്പിച്ചിരിക്കുന്നത് മണ്ണിലേക്ക് ഉറപ്പിച്ചിട്ടില്ല, ഒരു ഗേഡറിൽ അത് വെച്ച് ഇരിക്കുന്ന രീതിയിലാണ് ഈ പന്തൽ നിർമ്മിച്ചത്. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കാര്യമായ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ചിലർക്ക് ഏറ്റിരിക്കുന്നത്. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. കാലിലെ ചെറിയ തൊലി പോവുകയാണ്, അത്തരം ചെറിയ പരിക്കുകളാണ് മാത്രമാണുള്ളത്. എന്തായാലും രാവിലെ ഒരു 10:30-ക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ആ സമയം എത്തുന്നതിന് ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുമ്പാണ് ഈ പന്തൽ തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ ഈ പന്തൽ തകർന്നു വീഴുന്ന സമയത്ത് അധികം പ്രവർത്തകരൊന്നും ഈ പന്തലിനകത്തേക്ക് കയറിയിരുന്നില്ല. അവരൊക്കെ പുറത്തൊക്കെ മാറി നിൽക്കുകയായിരുന്നു. നമ്മളാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ പോലും ഈ പന്തലിന്റെ അകത്ത് ഉണ്ടാകേണ്ട ഒരു സമയമാണ്. കാരണം ക്യാമറയും സ്റ്റാൻഡൊക്കെ നേരത്തെ വെച്ച് നമ്മൾ ഈ പരിപാടി എടുക്കുന്നതിന് തയ്യാറായി നിൽക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഭാഗ്യവശാൽ ഈ പരിപാടി അല്പം വൈകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു വശത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട DCC പ്രസിഡന്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സ്ഥിരം ഇവിടെ പന്തൽ പണിയുന്ന ആളുകൾ തന്നെയാണ് പണിതത് എന്നുള്ളതാണ് DCC പ്രസിഡന്റിന്റെ ഒരു വിശദീകരണം. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവരോടൊക്കെ ചോദിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പരിപാടി തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് ഒരു സ്ഥിരം വേദിയുണ്ട്. ആ വേദിയിലേക്ക് ഈ പരിപാടി മാറ്റി അവിടെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പന്തൽ പൂർണ്ണമായി ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നിർമ്മിച്ച വേദി കൂടി ഇവിടെ നിന്ന് പൊളിച്ചു നീക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ അതൊരു അപകടാവസ്ഥയിലാണ്. ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളില്ലാതെ ഒരു അപകടം വലിയ രീതിയിൽ ഒരു തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പരിപാടി തുടങ്ങുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പന്തൽ നിറച്ച് ആളുകൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഈ കസേരകൾ നിറച്ച ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഈ നിരവധി ആളുകൾക്ക് ഒരുപക്ഷെ പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. മാധു, ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ വിശ്വാസ സംരക്ഷണ ജാഥയുടെ തയ്യാറെടുപ്പിനായി നിർമ്മിച്ച പന്തലാണ് പൊളിഞ്ഞു മാറ്റിയത്. അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. വേദി നേരിയ തോതിൽ ചെരിഞ്ഞിട്ടുണ്ട്. അതുകൂടി മാറ്റിയതിനു ശേഷം പരിപാടി പുനരാരംഭിക്കാം എന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ. ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.